2011 മുതൽ 2014 വരെ 4 സീസണുകളിലായി AMC പ്ലസിലൂടെയും നെറ്റ്ഫ്ലിക്സിലൂടെയും പുറത്തിറങ്ങിയ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ സീരീസാണ് ദി കില്ലിംഗ്. AMCയിലെ മറ്റെല്ലാ ഷോകളെയും പോലെ തന്നെ വളരെ സ്ലോ ആയിട്ടാണ് ഈ സീരീസിന്റെ കഥയും മുന്നോട്ട് പോകുന്നത്. കോളേജിൽ പഠിക്കുന്ന റോസി എന്ന പെൺകുട്ടിയെ കാണാതാകുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. തുടർന്ന് കേസ് അന്വേഷിക്കാൻ ഡിറ്റക്റ്റീവ് സാറ ലിൻഡൻ, സ്റ്റീഫൻ ഹോൾഡർ എന്നിവരെത്തുന്നു. ഇവര് രണ്ടുപേരും ചേർന്ന് ഈ കേസ് എങ്ങനെ തെളിയിക്കുന്നു, കാണാതായ പെൺകുട്ടി റോസിക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത്, ഇതൊക്കെയാണ് ഈ സീരീസിൽ കാണിക്കുന്നത്. ത്രില്ലർ മൂഡിൽ പറക്കുന്നതിന് പകരം അത്യാവശ്യം നല്ല ടൈം എടുത്ത് കാണാതായ പെൺകുട്ടിയുടെ വീട്ടുകാര്, അവരുടെ ഒരു മാനസികാവസ്ഥ, കേസ് അന്വേഷിക്കുന്നവരുടെ ജീവിതം, കേസ് അന്വേഷണം, കിട്ടുന്ന തെളിവുകൾ, അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ എപ്പിസോഡും മുന്നോട്ട് പോകുന്നത്. ഒരു ത്രില്ലർ ടൈപ്പ് സീരീസ് അല്ല കേട്ടോ ദി കില്ലിംഗ്. ഇതിലെ മെയിൻ ലീഡായി വരുന്ന സാറ ലിൻഡൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് മറ്റു പല കഥാപാത്രങ്ങളുടെ പെർസ്പെക്റ്റീവുകളും കാണിക്കുന്നുണ്ട്. സിയാറ്റിൽ സിറ്റിയിൽ ഒരു മഴക്കാലത്താണ് ഈ കഥ നടക്കുന്നത്. സിറ്റിയിലെ കാലാവസ്ഥ, മഴ, അങ്ങനെ ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയർ ആണ് ഈ സീരീസിനുള്ളത്. പ്രത്യേകിച്ച് ആദ്യത്തെ 2 സീസൺ. ആകെ മൊത്തം 44 എപ്പിസോഡ്സ് ആണ് ഈ സീരീസിൽ വരുന്നത്. നിലവിൽ IMDb ഈ സീരീസിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 8.3 ആണ്. ഒരു ഡാനിഷ് സീരീസിന്റെ റീമേക്ക് ആണിതെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഒറിജിനലിനെ അപേക്ഷിച്ച് ആവശ്യമില്ലാത്ത വലിച്ചുനീട്ടലൊന്നും ഈ ഇംഗ്ലീഷ് വേർഷനിൽ വരുന്നില്ല. ഈ സീരീസിന്റെ ട്രെയിലർ പണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിയിൽ വന്നിരുന്ന പോസിറ്റീവ് കമന്റ്സ് ഒക്കെ കണ്ടിട്ടാണ് ദി കില്ലിംഗ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ സീരീസ് എന്തായാലും എനിക്ക് ഇഷ്ടമായി. പിന്നെ ബോളിവുഡിൽ ഇപ്പൊ ഇതിന്റെ റീമേക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ദി നേന മർഡർ കേസ് എന്നാണ് അതിന്റെ പേര്. ഏറ്റവും മോശം അഡാപ്റ്റേഷൻ ആണെന്നാണ് കേട്ടത്. അപ്പൊ മർഡർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ, സ്ലോ പേസ്ഡ് സീരീസുകളൊക്കെ ഇഷ്ടമുള്ളവര് എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.